ഹലോ ഡിയേഴ്സ്, അബേരി വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതും ഒരു ഡേ ഇൻ മൈ ലൈഫും ഒരു കുക്കിങ്ങും എല്ലാം കൂടി ചേർന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച പിള്ളേർക്ക് അവധിയായിരുന്നല്ലോ മഴ കാരണം. ഇന്നിപ്പോൾ ശനിയാഴ്ച സ്കൂൾ വച്ചിരുന്നെങ്കിലും ശനിയാഴ്ച അവധിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വെള്ളിയാഴ്ച രാത്രിയിലത്തെയാണ് കേട്ടോ. വൈകിട്ട് കേര വാങ്ങിയായിരുന്നു. അപ്പോൾ അത് കുറച്ചെടുത്ത് വറുത്തു. പിന്നെ ഉച്ചയ്ക്ക് രസം വെച്ചതുണ്ടായിരുന്നു. പിന്നെ ഈ പഴം നമ്മുടെ വീടിനടുത്തുള്ള ചേച്ചി തന്നെയാണ്. ആ ചേച്ചി പറഞ്ഞത് ഇതിനെ റോബസ്റ്റയുടെ അളിയൻ എന്നാണ് പറയുന്നത്. പിന്നെ സുന്ദരി പഴം എന്ന് പറയുമെന്നും പറഞ്ഞു. തീരെ കനം കുറഞ്ഞ പഴമാണ് കേട്ടോ. ശരിക്കും അതിൻ്റെ പേര് അറിയില്ല കേട്ടോ. കനം കുറഞ്ഞൊരു പഴമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു രാത്രിയിലത്തെ വെള്ളിയാഴ്ച രാത്രിയിൽ. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇവിടെ ചേച്ചിയും അനിയനോട് ഭയങ്കര കളിയാണ് കേട്ടോ. ഇച്ചിരി മതി, കുറച്ച് മതി. മതി 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 അമ്മ മതി. മതിയാ? ഈ ചിക്കൻ കൂടെ ഇടാം. താങ്ക് യു അമ്മ, ഇത്രയും മതി. ഇനി അമ്മ ലൂഡസ് ഉണ്ടാക്കി തരാം. ലൂഡസ് ഇനി ഞാനുണ്ടാക്കിയ കുറച്ച് ക്ലിപ്പുകൾ കാണിക്കാമേ. നേരത്തെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അമ്മ കണ്ട് അതുണ്ടായിരുന്നല്ലേ. ഇതിപ്പോൾ എനിക്ക് അപ്പൂസ് എൻ്റെ ഡബിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇതിലൊക്കെ നോക്കട്ടെ അമ്മ, അടുത്ത് കാണിച്ച്. ഇതില്ല, ഇതിനകത്ത് ഇളകിയത്. പിന്നെ ഇതിപ്പോൾ കുറഞ്ഞ നാളായി ഇതിൻ്റെ ഭംഗി കൊണ്ട് പോയേട്ടോ. ഈ സ്റ്റോൺ ലേസ് വെച്ചിട്ട് അഭിമോൾക്ക് ഹെയർ ബാൻഡ് ഉണ്ടാക്കി കൊടുത്തായിരുന്നു കുറേ. ഈ സ്റ്റോൺ ലേസ് വെച്ചിട്ട് ഇത് ലേസിൻ്റെ മേളിൽ സ്റ്റോൺ ഒട്ടിച്ചേക്കണതാണ്. പിന്നെ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ചുമ്മാ ഒരു സിമ്പിളാട്ടോ. സിമ്പിളായിട്ട് ചുമ്മാ ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയിട്ട് എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തത്. എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നേ. നല്ല ഭംഗിയായി ഇത് കാണാൻ. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ്. ഭയങ്കര ഇഷ്ടം. മെറൂൺ കളർ ഭയങ്കര. ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് ഈ ക്ലിപ്പിൻ്റെ ബോക്സ് ഒന്ന് പുറത്തേക്ക് വെച്ചാണ്. അപ്പോഴാണ് അവർ ആ ക്ലിപ്പ് എടുത്ത് കളിക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ക്ലിപ്പുകൾ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. കാരണം ഞാൻ ഉണ്ടാക്കിയ ക്ലിപ്പുകളൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ഭംഗി സന്തോഷം തോന്നിയിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ പുറത്ത് നല്ല മഴയാണ്, നല്ല കാറ്റുമൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ ടോമി മഴയൊക്കെ കണ്ടിങ്ങനെ നോക്കി കിടക്കുവാണ് കേട്ടോ. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നല്ല മഴയാണ്. ഈ ആകാശമുല്ല എന്ന് പറഞ്ഞൊരു ചെടി ഉണ്ടല്ലോ, ചുമന്ന് പൂ പിടിക്കണേ, അതാണ് ആ പടന്ന് കയറി പോകണം കേട്ടോ. അങ്ങ് മേളിൽ വരെ എത്തിയിട്ടും അത് പൂ പിടിക്കാറായില്ലേ. പിന്നെ ഇതിൻ്റെ റോസ അവിടെ ഇഷ്ടംപോലെ പൂത്തി പോകണം കേട്ടോ. മഴ കാണാൻ മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തതാണ്, അങ്ങോട്ടൊന്നും പോയുമില്ല കേട്ടോ. ഇനിയിപ്പോൾ മീൻകറി വെക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നതിനെക്കാട്ടും ഇഷ്ടം ചതച്ചെടുക്കുന്നതാണ് കേട്ടോ. അങ്ങനത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് പിന്നെ പുളിയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് കേട്ടോ. ആ സമയം അവിടെ ചേച്ചിയും അനിയനും കൂടെ ഭയങ്കര കളിയാണ് കേട്ടോ. അതിൻ്റെ ഒച്ചപ്പാടൊക്കെ കേൾക്കണത് കേട്ടോ. അപ്പോഴേക്കും ചട്ടി ചൂടായി എണ്ണയൊക്കെ ഒഴിച്ചു, കടുകൊക്കെ പൊട്ടിച്ചു, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടു. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഉലുവാപ്പൊടി, കായപ്പൊടി, ഇത്രയും സംഭവങ്ങളാണ് ഞാൻ ഇടുന്നത് കേട്ടോ. മല്ലിപ്പൊടി ചിലപ്പോൾ തോന്നുമ്പോൾ ഇടാറുള്ള കാണാം. പിറ്റേ ദിവസത്തേക്ക് വെക്കുന്നതൊക്കെ ആണെങ്കിൽ ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല. അതാത് ദിവസത്തേക്ക് മാത്രം ഉണ്ടാക്കുന്നതാണെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാറുണ്ട് കേട്ടോ. പിന്നെ കായപ്പൊടിയും ചേർക്കാറുണ്ട്. കായപ്പൊടി ഒക്കെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ പൊടിയൊക്കെ ഇട്ടത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പം അതിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ പുളിവെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് അങ്ങനെ കുറുകി വന്നതിന് ശേഷം പിന്നെ ബാക്കി വെള്ളം കൂടെ ഒഴിച്ച് മീൻ അതിലേക്ക് ഇടുവാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കുവാണേ. ഇവിടെ ചാറ് അധികം ചിലവാകാറില്ലേ. കാരണം കൂടുതലും പിള്ളേരാണെങ്കിലും കൂടുതലും കഷ്ണം വറുക്കിയത് കഴിക്കാറ്, ചാറ് കുറച്ചെടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ചാറ് അധികം ഞാൻ വെക്കണില്ല. പിന്നെ രസമുണ്ട് ചാറ് ഒഴിക്കാനായിട്ട്. പിന്നെ ചോറ് തിളച്ചു, അത് അവിടെ ഓഫാക്കിയിട്ടു. പിന്നെ മീൻ വറക്കാൻ നോക്കിയപ്പോഴാണ് കുരുമുളക് പൊടിക്കേണ്ടെന്ന് ഓർത്തത്. അപ്പോൾ പിന്നെ വേഗം കുരുമുളകും പൊടിച്ചു. അവിടേക്ക് നമ്മുടെ മീൻകറി അവിടെ തിളച്ചു, അത് ഞാൻ ഓഫാക്കി മാറ്റി വെച്ചു കേട്ടോ. പിന്നെ മീൻ വറക്കാനുള്ളതൊക്കെ പൊടികളൊക്കെ ചേർത്തത് അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ ചോറ് വാർത്തിട്ടു. പിന്നെ കൈ പിന്നെയും മീൻ തൊടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുപോലെ സ്പൂണും കൊണ്ടൊക്കെ ചിലപ്പോൾ കോരിയിടുന്ന കേട്ടോ. പിന്നെ രണ്ടുപേര് കളിയൊക്കെ കഴിഞ്ഞിട്ട് പോയിരുന്ന് ടി വി കാണുവാണേ. അപ്പോൾ അപ്പൂസ് തന്നെ കണ്ടപ്പോഴേക്കും അബീനെ വിളിച്ച് കാണിച്ചിട്ട് അവന് ഇഷ്ടമല്ല വീഡിയോ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് റൂമിൽ വന്ന് നോക്കിയപ്പോൾ കാണാം രണ്ടുപേരും കളിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ക്ലിപ്പൊക്കെ കൃത്യമായിട്ട് ബോക്സിലൊക്കെ എടുത്ത് വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഇത് കട്ടനൊക്കെ അവർ കളിച്ചപ്പം മൂടി ഇട്ടതാണേ. എന്നിട്ട് പിന്നെ ഞാൻ പോയി കട്ടനൊക്കെ തുറന്നിട്ടു. അപ്പം നോക്കിയപ്പോൾ കാണാം എൻ്റെ ക്ലിപ്പിൻ്റെ കൂടെ അപ്പൂസിൻ്റെ കുഞ്ഞിക്കാറുകളും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനത് കുഞ്ഞിക്കാരെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് എൻ്റെ ക്ലിപ്പ് ബോക്സൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ടോ. പിന്നെ ഇത് ചോറുണ്ണാൻ ഇരിക്കുവാണേ. രസവും മീൻകറിയും മീൻ വറുത്തതുമായിരുന്നു ഇന്നത്തെ ഉച്ചക്കത്തെ കറി കേട്ടോ. അഭിമോൾക്ക് ഇതുപോലത്തെ കോമ്പിനേഷനൊക്കെ ഇഷ്ടമായതുകൊണ്ട് നന്നായിട്ട് രസമൊക്കെ കോരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞങ്ങളും ചോറുണ്ണാൻ ഇരിക്കുവാണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.